TV വെച്ചില്ല, ഒരിക്കൽ വെക്കട്ട്, TV വെക്കട്ട്, അത് വെച്ച് നോക്കട്ട്, എന്തെല്ലാം അറിയണ്ടേ, അതിനെന്നാപ്പ എപ്പോഴും ചൊറയല്ലേ. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്ത, കേരളത്തിലെ ഒരു യുവാവ് വിവാദത്തിലായിരിക്കുകയാണ്. കേരളത്തിൽ പുരുഷന്മാർക്ക് ബസ് യാത്രാ വിലക്ക് നിലനിൽക്കെ തന്നെ ബസ്സിൽ യാത്ര ചെയ്ത യുവാവ് ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ അനുകൂലിച്ചും ഇതിനെ പ്രതികരിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ചൂടേറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ അൽകുൽത്ത് ചാനലിന് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം. കേരള ബസ് യാത്രാ വിവാദത്തിൽ പരാതി നൽകിയ യുവതിയുടെ വീട്ടിൽ നമ്മുടെ ചാനലിലെ ഒരു പ്രതിനിധി എത്തിയിരിക്കുകയാണ്. അവർക്ക് നമ്മുടെ ചാനലിനോടും അതുപോലെ തന്നെ കേരള ജനതയോടും എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ട് വരാം. നമ്മുടെ പ്രതിനിധിയോട് നമുക്ക് നേരിട്ട് തന്നെ ഇപ്പോൾ ചോദിക്കാം. പിങ്കിമോൾ കേൾക്കുന്നുണ്ടോ? പിങ്കിമോൾ പറയൂ, എന്താണ് പരാതിക്കാരിയായ യുവതിക്ക് കേരള ജനതയോട് പറയാനുള്ളത്? വിജുക്കുട്ടൻ, ഞാനിപ്പോൾ കുറ്റം ആരോപിക്കുന്ന യുവതിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. കാര്യങ്ങളുടെ നിജസ്ഥിതികൾ അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പറയാം, ഇവൻ ബസ് കയറി ഇരുന്ന് അതിന് ശേഷം ഇവന്റെ കളി ശരിയില്ല. ഇവൻ എന്താന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു നോട്ടവും കളിയാണ് ഇവൻ കളിച്ചു കൂട്ടുന്നു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അദ്ദേഹം ഉറക്കത്തിലായിട്ടാണല്ലോ കാണുന്നത്? ഉറക്കമൊന്നുമല്ല, ഓൻ അങ്ങനെ വെറുതെ അഭിനയിക്കുന്നയാ, ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനാണോ നിങ്ങളുടെ? പരാതിയായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ്. ഇത്രയും വിവരങ്ങൾ സ്റ്റുഡിയോയുമായി പങ്കുവച്ചതിന് നന്ദി പിങ്കിമോൾ. ഇനി കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയോടും നമുക്ക് ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ മറ്റൊരു പ്രതിനിധി അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ടിൻറ്റുമോൻ കേൾക്കുന്നുണ്ടോ? ടിൻറ്റുമോൻ, എന്താണ് കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിക്ക്? കേൾക്കാം ബിജുക്കുട്ടൻ. ഞാനിപ്പോൾ ബസ് യാത്ര ചെയ്ത് വിവാദത്തിൽപ്പെട്ട യുവാവിന്റെ വീട്ടിലാണുള്ളത്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനും ഈ കേരള ജനതയോട് ചിലതൊക്കെ പറയാനുണ്ടെന്നാണ്. ശരിക്കും ഈ സംഭവത്തിന്റെ യാഥാസ്ഥിതികത്വം കേരള ജനത അറിയേണ്ടത് അത്യാവശ്യം തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് അദ്ദേഹം എന്താണെന്ന് പറയുന്നത് നോക്കാം. ഞാനിപ്പോ കാണുന്നു ഏത് ശരിക്കും സംഭവം ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത്. അന്ന് വെച്ചാൽ എന്റെ വണ്ടി കേടായിരുന്നു. എന്റെ വണ്ടി കേടായിട്ട് പിന്നെ എനിക്ക് ഓഫീസിൽ വേഗം എത്തിയല്ലേ പറ്റൂ. അപ്പോൾ ഓട്ടോറിക്ഷ എന്നെല്ലാം പറഞ്ഞാൽ ഇവിടെ കിട്ടൂല. ഓട്ടോറിക്ഷ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് പിടിച്ച് പോയതാണ്. എനിക്കറിയാം ബസ് പിടിക്കാൻ പറ്റൂല, അത് ചൊറയാവുന്നുള്ളത്. പക്ഷേ എങ്കിൽ ഞാൻ ഓഫീസിൽ നേരത്തെ എത്തിയിട്ടില്ലെങ്കിൽ എന്നെ മാനേജർ തെറി വിളിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ബസ് കയറിയാവണം. എനിക്ക് കുറെ ദൂരെ യാത്രയെല്ലാം ചെയ്യുമ്പോൾ ഉറക്കെല്ലാം വന്നു പോകും. എന്റെ വണ്ടിയിലാണെങ്കിലും ഞാൻ ദൂരെല്ലാം യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും. അപ്പോൾ അതേപോലെ ഞാൻ കയറിയപ്പോഴാണ് ഞാൻ ഉറങ്ങി. നിങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ അറിയുന്നത്. എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നു, ഞാനെന്നാപ്പ അവരെ ഇടങ്ങാറാക്കി ഞാൻ ഇങ്ങനെ ആകമൊത്തം ഇങ്ങനെ ഉറങ്ങിയിട്ട് അബോധാവസ്ഥയിൽ ഉണ്ടായി. എന്തായാലും ഇത്രയും വിവരങ്ങൾ ഈ സ്റ്റുഡിയോയുമായി പങ്കുവെച്ച ടിൻറ്റുമോനും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഒരു ചെറിയ ഇടവേള. കേട്ട് മടുത്ത് എന്തെന്നാന്ന് ഇപ്പോഴത്തെ ആണും പെണ്ണും എല്ലാം കണക്കാന്ന് മതിയായി, കാണാനേ പറ്റുന്നില്ല. മതി, ഞാൻ TV ഓഫാക്കട്ടെന്ന് തോന്നുന്നു. എനിക്ക് എന്റെ പണിയില്ല, ഞാൻ പോയിട്ട് എന്റെ പണിയെടുക്കുന്നുണ്ട്.